ഗുഡ് ഈവനിങ് എവരി വൺ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസാണ്, അഥവാ MSUD എന്നറിയപ്പെടും. ചെറിയൊരു ടോപ്പിക്കാണ്, നമുക്ക് നോക്കാം. ഓക്കെ, മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ മെറ്റബോളിസം ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡ്. ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡുമായിട്ട് ബന്ധപ്പെട്ട, അതായത് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡിൻ്റെ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട ഒരു ഡിസീസാണ് മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് അഥവാ MSUD. അപ്പോൾ നമുക്ക് പ്രൈമറിലി എന്തറിഞ്ഞിരിക്കണം? ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. 3 ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് ഉള്ളത് ഏതൊക്കെയാണ്? ലിയൂസിൻ ഉണ്ട്, ഐസോലിയൂസിൻ ഉണ്ട്, വലൈൻ ഉണ്ട്. ലിയൂസിൻ, ഐസോലിയൂസിൻ, വലൈൻ. ഏതൊക്കെയാണ്? ലിയൂസിൻ, ഐസോലിയൂസിൻ, വലൈൻ. ദീസ് ആർ ദ 3 ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ലിയൂസിൻ കീറ്റോജനിക് ആണ്, ഐസോലിയൂസിൻ ബോത്ത് കീറ്റോജനിക് ആൻഡ് ഗ്ലൂക്കോജനിക്, ആൻഡ് വലൈൻ ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി വോട്ട് ഗ്ലൂക്കോജനിക്. ലിയൂസിൻ കീറ്റോജനിക് ആണ്, അത് ഓർത്തിരുന്നാൽ മതി. അപ്പം അതൊരു റഫ് ഐഡിയ അബൌട്ട് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡാണ്. പിന്നെ മാത്രമല്ല, ഈ 3 ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് എന്താണ്? എസെൻഷ്യൽ അമിനോ ആസിഡാണ്. ഓൾ ദീസ് 3 ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് ആർ എസെൻഷ്യൽ അമിനോ ആസിഡ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ലിയൂസിന് പ്രത്യേകം നോട്ട് ചെയ്യാൻ. ലിയൂസിന് പ്രത്യേകം നോട്ട് ചെയ്യാൻ കാരണം അയാൾ കീറ്റോജനിക് ആണല്ലോ. അയാൾ കീറ്റോജനിക് ആയതിനാൽ ഇറ്റ് ഈസ് കീറ്റോജനിക് ആണ്. അപ്പം സ്റ്റാർവേഷൻ ടൈമിൽ, സ്റ്റാർവേഷൻ പോലത്തെ ക്രിട്ടിക്കൽ കണ്ടീഷൻസിൽ നമ്മളുടെ ബ്രെയിൻ സെൽസ് ഈ പറഞ്ഞ ലിയൂസിനെയാണ് ഫ്യൂവലായിട്ട് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുക. അതായത് ബ്രെയിൻ സെൽ ഡിപ്പെൻഡ് ഓൺ ലിയൂസിൻ ആസ് മെയിൻ ഫ്യൂവൽ, ഡിപ്പെൻഡ് ഓൺ ലിയൂസിൻ ആസ് എ ഫ്യൂവൽ ഡ്യൂറിങ് സ്റ്റാർവേഷൻ. അത് ലിയൂസിൻ്റെ ഒരു പ്രത്യേക പ്രോപ്പർട്ടിയാണ്. ഓക്കെ അല്ലേ? അപ്പം പറഞ്ഞു വന്നത് മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മെറ്റബോളിസം ഓഫ് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്. അത് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലിയൂസിൻ, ഐസോലിയൂസിൻ ആൻഡ് വലൈൻ. ഇതിൽ ലിയൂസിൻ കീറ്റോജനിക് ആണ്, ഐസോലിയൂസിൻ ബോത്ത് കീറ്റോജനിക് ആൻഡ് ഗ്ലൂക്കോജനിക്, ആൻഡ് വലൈൻ ഇറ്റ് ഈസ് ഗ്ലൂക്കോജനിക്. ഓക്കെ അല്ലേ? മാത്രമല്ല ഇവർ 3 എന്താണ്? എസെൻഷ്യൽ അമിനോ ആസിഡാണ്. അതുപോലെ തന്നെ സ്പെസിഫിക്കലി ഒരു പോയിൻ്റ് കൊണ്ട് എക്സ്ട്രാ ചെയ്താൻ പറ്റുന്നത് ലിയൂസിൻ കീറ്റോജനിക് ആണ് ആയതിനാൽ ബ്രെയിൻ സെല്ല് സ്റ്റാർവേഷൻ പീരീഡിൽ ഈ പറഞ്ഞ ലിയൂസിന് ഫ്യൂവലായിട്ട് ഡിപ്പെൻഡ് ചെയ്യും. ഇത്രയും ഓക്കെ അല്ലേ? അപ്പം അതൊരു ഇൻട്രൊഡക്ഷൻ പോലെ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഡിസീസിലേക്ക് കയറാം. മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ആൻ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ഓഫ് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്. ഇറ്റ് ഇസ് ആൻ ഇൻബോൺ എറർ, അതായത് ജന്മനാ കാണുന്ന ഒരു എററാണ്. അപ്പം കുട്ടികളിലായിരിക്കുമല്ലോ അപ്പോൾ എങ്ങനെ ഒന്നാലും ഉണ്ടാവുക. അപ്പം ദാറ്റ് ഇസ് എൻ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ഓഫ് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്. ഇൻബോൺ എററാണ്, അതൊരു മെയിൻ പോയിൻ്റാണ്. ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ഓഫ് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്. അപ്പം ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ്, ഈ മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോൺ യൂറിയ. എന്താണ്? ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോൺ യൂറിയ. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ഓഫ് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോൺ യൂറിയ. അപ്പോൾ ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോൺ യൂറിയ എന്ന് പറഞ്ഞാൽ യൂറിനിൽ എന്തിൻ്റെയോ പ്രസൻസ് വന്നു. അപ്പോൾ അതെന്താ അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താ? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ്സ് ഇൻ ദ യൂറിൻ. യൂറിനിൽ എന്തിൻ്റെ പ്രസൻസ് കണ്ടു? ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ്സിൻ്റെ പ്രസൻസ് കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് എന്ന് പറയുമ്പം ഇറ്റ് ഇസ് ആൻ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ഓഫ് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്. ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡിൻ്റെ ജന്മനാ വരുന്ന ഒരു മെറ്റബോളിസം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോൺ യൂറിയ. ഓക്കെ, അത്രയും ഓക്കെ അല്ലേ? അപ്പോൾ ബ്രാഞ്ച് ചെയിൻ കീറ്റോൺ യൂറിയ എന്ന് പേര് വരണമെങ്കിൽ എന്തുണ്ടാവണം? ദെയർ മസ്റ്റ് ബി പ്രസൻസ് ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ്സ് ഇൻ ദ യൂറിൻ. ഓക്കെ അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് യൂറിനിൽ ബ്രാഞ്ച് ചെയിൻ കീറ്റോ ആസിഡ് വന്നു? അത് നമുക്ക് നോക്കാം. അതാണ് അപ്പോൾ അത് പറയുമ്പോഴാണ് നമുക്ക് ഈ ബ്രാഞ്ച് ചെയിൻ കീറ്റോ ആസിഡ് മെറ്റബോളിസം ചെറിയൊരു ഭാഗം പറയാം. അതായത് ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡിൻ്റെ മെറ്റബോളിസം ആണല്ലോ. അപ്പോൾ ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡിനെ ഇനീഷ്യലി ട്രാൻസമിനേഷൻ വഴി ബ്രാഞ്ച് ചെയിൻ കീറ്റോ ആസിഡ് ആക്കും. ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡിനെ ട്രാൻസമിനേഷൻ റിയാക്ഷൻ വഴി ഇനീഷ്യലി ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ് ആക്കും. ഓക്കെ, ശേഷം ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡിൻ്റെ ഫർദർ റിയാക്ഷൻ നടത്തുന്നത് ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറഞ്ഞ എൻസൈമാണ്. ഓക്കെ ആവുന്നുണ്ടോ? ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ് ഉണ്ടായി, അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് സ്റ്റെപ്പിലെ എൻസൈമാണ് ഏത്? ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജിനേസ്. ഈ എൻസൈമിൻ്റെ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ് ബോഡിയിൽ അക്യുമുലേറ്റ് വരും. അപ്പോൾ അതെന്ത് ചെയ്യും? യൂറിനിലൂടെ കളയും. അപ്പോഴാണ് യൂറിനിൽ എന്ത് വരിക? പ്രസൻസ് ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ്സ് ഇൻ ദ യൂറിൻ. ഒന്നുകൂടി പറയാം, ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡിൻ്റെ മെറ്റബോളിസത്തിൽ ഇനീഷ്യലി ബ്രാഞ്ച്ഡ് ചെയിൻ അമിനോ ആസിഡിനെ ട്രാൻസമിനേഷൻ വഴി ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ് ആക്കുന്നു. ഈ ബ്രാഞ്ച് ചെയിൻ കീറ്റോ ആസിഡിനെ സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്ന എൻസൈമാണ് ബ്രാഞ്ച്ഡ് ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജനേസ്.
ആ എൻസൈമിന് ഡെഫിഷ്യൻസി വരുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രാഞ്ചഡ് ചെയിൻ കീറ്റോ ആസിഡ് അക്യുമുലേഷൻ വരും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? യൂറിനിലൂടെ ബ്രാഞ്ചഡ് ചെയിൻ കീറ്റോ ആസിഡ് പോകും. അപ്പോൾ നമ്മുടെ ഡിസീസ് വരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇവിടെ വന്ന ഡെഫിഷ്യൻസി ആരുടെയാണ്? ഹിയർ ദ ബ്രാഞ്ചഡ് ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജനേസ് എൻസൈം ഈസ് ഡെഫിഷ്യൻറ്റ്. നമുക്ക് വേറൊരു റിയാക്ഷൻ അറിയാലോ. പൈറുവേറ്റിനെ, അതായത് പൈറുവേറ്റിനെ അസറ്റൈൽ കോയ ആക്കുന്ന സമയത്ത് നമ്മളുടെ എന്താ പറയുക, ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന പൈറുവേറ്റിനെ അസറ്റൈൽ കോയ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു എൻസൈം വരുന്നുണ്ട്, പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. ആ എൻസൈം ഡീഹൈഡ്രോജനേഷൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ കളയുന്നുണ്ട്, ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് ഒരു കോംപ്ലക്സ് എൻസൈമാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ബ്രാഞ്ചഡ് ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജനേസും ഒരു കോംപ്ലക്സ് എൻസൈമാണ്. അപ്പോൾ അതിൽ ഡീഹൈഡ്രോജനേഷൻ ഉണ്ടാവും, ഡീകാർബോക്സിലേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ട്രാൻസ് അസൈലേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എൻസൈമിൻ്റെ പേര് ബ്രാഞ്ചഡ് ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജനേസ് ആണെങ്കിലും നമ്മളുടെ ഇവിടെ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള എന്താ പറയുക പ്രോസസ്സ് എന്ന് പറയുന്നത് ഡീകാർബോക്സിലേഷനാണ്. ഓക്കെ, ഇവിടെ എൻസൈമിൻ്റെ പേര് ബ്രാഞ്ചഡ് ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജനേസ് ആണെങ്കിലും നമുക്കിവിടെ ഡിസീസ് വരാൻ കാരണം ഉണ്ടായത് എന്താ വെച്ചാൽ ബ്രാഞ്ചഡ് ചെയിൻ കീറ്റോ ആസിഡിൻ്റെ ഡീകാർബോക്സിലേഷൻ നടക്കുന്നില്ല. ദാറ്റ് ഈസ് ഡീകാർബോക്സിലേഷൻ ഓഫ് ബ്രാഞ്ച് ചെയിൻ കീറ്റോ ആസിഡ് ഈസ് നോട്ട് ഡൺ. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ ബ്രാഞ്ച് ചെയിൻ കീറ്റോ ആസിഡ് അക്യുമുലേഷൻ വരും. എൻസൈമിന് ഡീഹൈഡ്രോജനേഷനും ഡീകാർബോക്സിലേഷനും ഒക്കെ ഉണ്ട്. ഈവൻ തോ ഇവിടെ നടക്കാത്തത് ഡീകാർബോക്സിലേഷനാണ് നടക്കാത്തത്. ഓക്കെ അല്ലേ? സ്പെസിഫിക്കലി പറയണം. ബ്രാഞ്ച് ചെയിൻ കീറ്റോ ആസിഡ് എൻസൈമിൻ്റെ പേര് ബ്രാഞ്ച് ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജനേസ് ആണ്. അതിൻ്റെ ഡെഫിഷ്യൻസി വന്നാണ് ഡിസീസ് വന്നത്. അപ്പം ഈ ഒരു എൻസൈം ഒരു കോംപ്ലക്സ് ആയതുകൊണ്ട് ആ കോംപ്ലക്സിലുള്ള ഒരു റിയാക്ഷനാണ് ഡീകാർബോക്സിലേഷൻ. നമുക്കിവിടെ ഡെഫിഷ്യൻസി വന്നത് ഏത് സ്റ്റെപ്പാണ്? ഡീകാർബോക്സിലേഷൻ ഇല്ലാത്തത്. എൻസൈം ഡീഹൈഡ്രോജനേസ് ആണെങ്കിലും ഇല്ലാത്ത സ്റ്റെപ്പ് ഏതാ? ഡീകാർബോക്സിലേഷൻ. ഓക്കെ അല്ലേ? അപ്പം ആ ഡീകാർബോക്സിലേഷൻ സ്റ്റെപ്പ് നടക്കില്ല. എന്തുകൊണ്ട്? എൻസൈം ഡെഫിഷ്യൻസി വന്നുകൊണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? യൂറിനിൽ ആരുടെ പ്രസൻസ് ഉണ്ടാവും? ബ്രാഞ്ച് ചെയിൻ കീറ്റോ ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അപ്പോൾ അത്ര ഓക്കെ അല്ലേ? അപ്പം യൂറിനിൽ ബ്രാഞ്ചഡ് ചെയിൻ കീറ്റോ ആസിഡ് വരുമ്പോൾ എന്ത് സംഭവിക്കും? യൂറിൻ ഒരു സ്മെല്ല് വരും. എന്തിൻ്റെ സ്മെല്ലാണ്? മേപ്പിൾ സിറപ്പിൻ്റെ സ്മെല്ല് വരും. അല്ലെങ്കിൽ ആ സ്മെല്ലിനെ വിളിക്കുന്ന പേരാണ് ബേൺ ഷുഗറിൻ്റെ സ്മെല്ല്. ബേൺ ഷുഗർ, അല്ലെങ്കിൽ ഷുഗർ ബേൺ ചെയ്യുന്ന ഷുഗർ ബേൺ ചെയ്തതിൻ്റെ മണമോ അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പിൻ്റെ മണമോ വരും യൂറിന്. ഇത്രയാണ് മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസിൻ്റെ ഒരു ഇൻട്രോ എന്ന് പറയാം. മെയിൻലി റിലേറ്റഡ് ടു മെറ്റബോളിസം ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, അതിനെ വിളിക്കുന്ന വേറൊരു പേര് ബ്രാഞ്ച് ചെയിൻ കീറ്റോൺ യൂറിയ. ഡെഫിഷ്യൻസി വന്ന എൻസൈം ബ്രാഞ്ചഡ് ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജനേസ്. അവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് എന്ന് പറയാനുള്ളത്, നമ്മൾ തൈമിൻ പഠിച്ചതാണ്. തൈമിൻ പഠിച്ച സമയത്ത് തൈമിൻ്റെ ആക്ടിവിറ്റി പറയുമ്പോൾ നമുക്ക് വേണ്ടി ഒരു എക്സാമ്പിളായിട്ട് ഈ എൻസൈമിനെ ഞാൻ പറയാം. ബ്രാഞ്ച് ചെയിൻ കീറ്റോ ആസിഡ് ഡീഹൈഡ്രോജനേസിൻ്റെ ഒരു കോഎൻസൈമായിട്ട് തൈമിനും കൂടി വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പം ഡിസീസ് പൊതുവേ കണ്ടുവരുന്നത് എവിടെയാണ്? നമ്മൾ പറയും ഇൻബോൺ എറർ. അപ്പോൾ ഇൻബോൺ എറർ എന്ന് പറയുമ്പോൾ ജനിച്ച ഉടനെ കാണും. അപ്പം ജനിച്ച 1 വീക്കിനുള്ളിൽ തന്നെ കുട്ടികളിൽ ഈ ഡിസീസ് കാണാൻ പറ്റും. അപ്പോൾ ഡിസീസ് ഫൗണ്ട് ഇൻ ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫ്. ജനിച്ച 1 മാസത്തിനുള്ളിൽ തന്നെ കുട്ടികളിൽ ഡിസീസ് കാണാൻ പറ്റും. അതൊന്ന്. ഓക്കെ അല്ലേ? ഡിസീസ് ഫൗണ്ട് ഇൻ ദ ഫസ്റ്റ് വീക്ക് ഓഫ് ലൈഫ്. 2, യൂറിൻ വിത്ത് സ്മെൽ ഓഫ് മേപ്പിൾ സിറപ്പ് ഓർ ബേൺ ഷുഗർ. അതും നമ്മൾ പറഞ്ഞു. പിന്നെയോ, കുട്ടി ഫുഡ് അങ്ങനെ എടുക്കില്ല. പുവർ ഫീഡിങ്ങും വരും, വോമിറ്റിങ്ങും ഉണ്ടാവും. പുവർ ഫീഡിങ് ആൻഡ് വോമിറ്റിംഗ്. അത് കഴിഞ്ഞിട്ട് ഫർദർ കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ വരുന്നതാണ് കൺവൾഷൻസ്, ലെതാർജി, കോമ, മെൻ്റൽ റിട്ടാർഡേഷൻ, ഫൈനലി ഡെത്ത്. ഇതെല്ലാം ജനിച്ച 1 വർഷത്തിനുള്ളിൽ സംഭവിക്കും. ഇങ്ങനെ മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസുള്ള ഒരു കുട്ടിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ജനിച്ച 1 വർഷത്തിനുള്ളിൽ സംഭവിക്കും. അതാണ് ക്ലിനിക്കൽ ഫീച്ചർ. ഇനി ലബോറട്ടറി ഫൈൻഡിങ്സ് പറയുകയാണെങ്കിൽ, യൂറിൻ വിത്ത് പ്രസൻസ് ഓഫ് ബ്രാഞ്ചഡ് ചെയിൻ കീറ്റോ ആസിഡ്. അതായത് നമ്മുടെ യൂറിനിൽ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്? ബ്രാഞ്ചഡ് ചെയിൻ കീറ്റോ ആസിഡ് പ്രസൻസ് ഉണ്ട് ഇല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? കീറ്റോ ആസിഡ് നമ്മൾ ഡയബറ്റിക് കീറ്റോസിഡോസിസ് നമ്മൾ ചെയ്ത് ടെസ്റ്റ് ചെയ്താൽ റൊത്തറാസ് പോസിറ്റീവ് ആണെങ്കിൽ കീറ്റോസിഡോസിസ് ഉണ്ടെന്നാണല്ലോ. സെയിം പോലെ ഇവിടെ നമ്മുടെ യൂറിനിൽ എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്? കീറ്റോ ആസിഡിൻ്റെ പ്രസൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വരും? റൊത്തറാസ് പോസിറ്റീവ് തരും. അപ്പോൾ ലബോറട്ടറി ഫൈൻഡ് നമുക്ക് എന്ത് പറയാം? റൊത്തറാസ് ടെസ്റ്റ് പോസിറ്റീവ് എന്ന് പറയാം. നോർമൽ കീറ്റോ ആസിഡോസിന് ഈ കീറ്റോ ആസിഡിൻ്റെ പ്രസൻസിൽ ഉണ്ടാകുന്നൊരു
ഡിഫറൻസ് എന്താണെന്ന് പറയാൻ, അതായത് ഇപ്പം സാധാരണ കീറ്റോസിഡോസിസിൽ റോത്തറാസ് പോസിറ്റീവ് ആണല്ലോ, അതിൽ നിന്നൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ് വരുന്ന സമയത്ത് ഇപ്പം യൂറിനെ തിളപ്പിച്ചാലും അതുപോലെ തന്നെ തണുപ്പിച്ചാലും റോത്തറാസ് പോസിറ്റീവ് തരും ഈ ഡിസീസിൻ്റെ സ്പെസിഫിക്കലി പറയുമ്പോൾ. പക്ഷേ നോർമൽ കീറ്റോസിഡോസിസ് ആണ്, ഡയബറ്റീസ് കാരണം വരുന്ന കീറ്റോസിഡോസിസ് ആണെങ്കിൽ നമ്മൾ യൂറിനെ തിളപ്പിക്കുകയോ തണുപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ റോത്തറാസ് പോസിറ്റീവ് തരണമെന്നില്ല. പക്ഷേ ഇവിടെ നമ്മുടെ മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസിൽ എന്ത് തരും, യൂറിൻ എന്താ പറയുക, കീറ്റോ ആസിഡിൻ്റെ ടെസ്റ്റ്, അതായത് റോത്തറാസ് ടെസ്റ്റ് പോസിറ്റീവ് തരും. എപ്പോഴൊക്കെ തിളപ്പിച്ചാലും തണുപ്പിച്ചാലും ഇത് തരും, നോർമൽ ആണെങ്കിലും തരും. അതൊരു സ്പെസിഫിക് ആയിട്ട് പറയാം. പിന്നെ കീറ്റോ ആസിഡ് സ്പെസിഫിക്കലി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് DNPH ടെസ്റ്റ് ഉണ്ട്. DNPH ടെസ്റ്റ്, ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസിൻ ടെസ്റ്റ്, ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസിൻ ടെസ്റ്റ്. ഈ ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കീറ്റോ ആസിഡിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാം. പിന്നെ ബ്രാഞ്ചിൻ ഈ മെറ്റബോളിസം മൊത്തത്തിൽ നിന്ന് പോയല്ലോ, അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കാം, എന്താ പറയുക, ബ്ലഡ് പ്ലാസ്മയിൽ ഈ ബ്രാഞ്ചിൻ അമിനോ ആസിഡിൻ്റെ എമൗണ്ട് കൂടാം. അപ്പോൾ എന്ത് സംഭവിക്കും, പ്ലാസ്മ വിത്ത് എലിവേറ്റഡ് ലിയൂസിൻ, ഐസോലിയൂസിൻ ആൻഡ് വെലൈൻ. ഓക്കെ അല്ലേ. പിന്നെ ഫിസിക്കലി എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് കുട്ടിയുടെ ശരീരത്തിലെ മസിൽസിന് എന്തുണ്ടാവും, റിജിഡിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ ഹൈപ്പർടോണിസിറ്റി ഉണ്ടാവും. ഇത്രയാണ് എന്ത് വന്നത്, ലബോറട്ടറി ഫൈൻഡിങ്സ് വന്നത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് ട്രീറ്റ്മെൻറ്റ് എന്താ ചെയ്യുക, പൊതുവേ ബ്രാഞ്ചിൻ അമിനോ ആസിഡ് വരുന്നതിനുള്ള പ്രശ്നം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡയറ്റിൽ ബ്രാഞ്ചിൻ അമിനോ ആസിഡിൻ്റെ അളവ് കുറയ്ക്കുക, ഡയറ്റ് വിത്ത് ലോ ക്വാണ്ടിറ്റി ഓഫ് ബ്രാഞ്ചിൻ അമിനോ ആസിഡ്, അതൊന്ന്. അതുപോലെ തന്നെ സിവിയർ കേസസ് ഒക്കെ വരികയാണെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷനും നടത്താറുണ്ട്. ഇത്രയാണ് മേപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്. ചെറിയ ടോപ്പിക്കാണ്, മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.